ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് പോകുന്നത് സോബിൾ ബീച്ച്. സോ കിച്ചണിൽ നിന്ന് 2 hour ട്രാവൽ, 2 hour 15 minutes ട്രാവൽ അല്ലേ, അത്രയാണ് നമ്മൾ സോബിൾ ബീച്ചിലേക്കുള്ളൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് എൽമേര എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി, ഒരു 5:30 ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിയത്. സോ ഇപ്പോൾ നമ്മൾ എൽമേര എത്തി. അതിൻ്റെ വിഷ്വൽസും പിന്നെ നമ്മുടെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തായിരിക്കും. So let's get started the video. ഈ ഒരു 2 hour 15 minutes ട്രാവൽ നമ്മൾ പോകുന്നത് മുഴുവനും കൺട്രി സൈഡിൽ കൂടെയാണ്. റോഡും രണ്ട് സൈഡും കുറേ ഫാം ഹൗസുകളും കുറേ കൃഷി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ കൂടുതലും കൗ ഫാംസ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് പോകുന്ന വഴിയൊക്കെ നമുക്കിങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരെന്ന് പറയുന്നത് കൂടുതലും കുതിരവണ്ടിയിലായിരിക്കും ട്രാവലൊക്കെ ചെയ്യുന്നത്. ഫോൺ യൂസ് ചെയ്യില്ല. ചില വീടുകളിലാണെങ്കിൽ ഇപ്പോഴും കറണ്ട് ഒന്നുമില്ല. അങ്ങനെ തന്നെ ആ ഒരു അവരുടെ കൾച്ചർ തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ സ്പീഡ് ലിമിറ്റിൻ്റെ അതിൻ്റെ ഒന്നും സൈൻ ബോർഡ്സ് അല്ലാണ്ട് നമുക്ക് കുതിരവണ്ടിയുടെയൊക്കെ സൈൻസ് ഒക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുതിരവണ്ടിയൊക്കെ കാണിച്ചു തരാം. എന്താ പറയാനുള്ളത്? അസീബ് ഭാവിയിലെ ബ്ലോഗറാണ്. കുറെ നാളായി കഴിച്ച് നമ്മൾ എല്ലാവരോടൊന്ന് പുറത്തോട്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ബുധനാഴ്ചയാണ്, വീക്കെൻഡ് ഒന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്കൊരു പ്ലാൻ പോവാം. കുറച്ച് നാളായാലും എല്ലാവരും കൂടെ പോയിട്ട് നല്ലൊരു പ്ലാൻ. അതുകൊണ്ട് നല്ലൊരു അടിപൊളി ബീച്ചെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ബീച്ചിനെ കുറിച്ചിട്ട്. നമുക്ക് എന്തായാലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അവിടുത്തെ വിശേഷങ്ങളും ഷമീൽ പറയുന്നതായിരിക്കും. എന്താ പറയാനുള്ളത്? എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സൂപ്പർ. 30 മിനിറ്റുള്ള വീട്ടിൽ 15 മിനിറ്റ് എന്റെ മോഹം കാണിക്കണം. ശരിയാക്കി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് മറ്റേ ഇവിടെ കാനഡയിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്തിരുന്നത്? ലൈക്ക് കാനഡ ഭയങ്കര വലിയൊരു സിറ്റി ആണെന്നോ, നമ്മളിപ്പോ ഈ കാണുന്നതൊക്കെ റോഡും ഇതേപോലത്തെ ഫാംസും അതൊക്കെ ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചോ? എന്റെ കാനഡ ഇതല്ല, എന്റെ കാനഡ ഇതല്ല, അല്ല എന്റെ കാനഡ ഇതല്ല. കൊറേ സിറ്റി ലൈറ്റ്സും കൊറേ വലിയ വലിയ ബിൽഡിങ്സും പടുകൂട്ടം ബംഗ്ലാവുകളും. ബംഗ്ലാവ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, പക്ഷെ ഈ പറഞ്ഞ വലിയ വലിയ സിറ്റികൾ ഞാൻ പ്രതീക്ഷിച്ചു. ബംഗ്ലാവുകൾ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എല്ലാം വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. ഈ വീടുകളൊന്നും വലിയ രസമില്ല കാണാനായിട്ട്. പക്ഷെ ഒരുപാട് നല്ല നല്ല എന്താണ് ആ വീടുകൾക്ക് പറയുന്നത്, വേറൊരു പേര് പറയുന്നത് മാൻഷൻസ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. അസീബ് വെറുതെ വിചാരിച്ചിരുന്നോ? നീ എന്താ കാനഡനെ പ്രത്യേകിച്ചൊന്നും വിചാരിച്ചില്ല. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങ് വന്നു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ അല്ല ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടെന്ന് വിചാരിച്ചോ? അവരാകെ ഉദ്ദേശിക്കുന്നുള്ളൂ, പക്ഷെ ആ ഉദ്ദേശം ഞാൻ ഒരിക്കലും അഗ്രിമെന്റ് ഉദ്ദേശങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതെനിക്കറിയാം. ഞാൻ ഒരിക്കലും ഒരു കൺട്രി സൈഡ് വൈബ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കൺട്രി സൈഡിലിരിക്കുന്നുണ്ട്. കാരണം ഞാൻ കുറച്ചുകൂടെ പോഷായിട്ടുള്ള ഒരു സ്ഥലം പ്രതീക്ഷിച്ചത്. പക്ഷെ ടൊറന്റോ എയർപോർട്ട് വിട്ടത് മുതൽ ഞാൻ കാണുന്നത് കൺട്രി സൈഡാണ്. ഓക്കെ, 1 minute ഗൈസ്. ദേ ഹാരിസൺ, ഇതാണ് ഞാൻ ആദ്യമായിട്ട് പക്ഷേ എനിക്കൊരു നിമിഷം ജീവിതത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള നമ്മളിവിടെ വന്നിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ലൈഫ് ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഒരുപാട് ഏറ്റക്കുറച്ചുകൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 വർഷം 2 വർഷം അടുപ്പിച്ചാകുന്നു. കോഴ്സ് കഴിഞ്ഞു, ഗ്രാജുവേഷൻ കഴിഞ്ഞു, വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു, വെയിറ്റ് ചെയ്തിരിക്കുന്നു.
ഒരു പാർട്ട് ടൈം കിട്ടാൻ തന്നെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 7 മാസം എടുത്തു. ഒരു 7 മാസം എടുത്തു. കാരണം പക്ഷെ അത് എല്ലാവർക്കും ഡിഫറെന്റ് ആട്ടോ. കാരണം വന്നിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സ്ഥലം, ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ടു രാത്രി 1 മണി മുതൽ 4 മണി വരെ 5 മണി വരെ ഉറങ്ങും. എന്നിട്ട് പാലച്ചുണ്ടെങ്കിൽ അടുത്തൊരു ജോലി കണ്ടുപിടിച്ചാലോ. പോസിറ്റീവ് പറയുന്നത്. ചിലർക്ക് വന്നിട്ട് പിറ്റേ ദിവസം വരെ ജോലി കിട്ടാറുണ്ട്, 2 ദിവസം കഴിഞ്ഞ് ജോലി കിട്ടാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് 6 മാസം എടുത്ത് ജോലി കിട്ടാൻ. അതെ, 6 മാസം ആയവരുണ്ട്, 8 മാസം ആയവരുണ്ട്. ഡിപ്പെൻസ്. ഇപ്പോഴും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ പിന്നെ വേറൊരു കാര്യം, നാട്ടിലെ പോലെ അത്ര സുഖമല്ല ഇവിടെ ജീവിക്കാൻ. നല്ല സുഖമുണ്ട്. എടാ അത് ഡിപ്പെൻസാ. അങ്ങനെ എനിക്ക് നല്ല സുഖമാണ്. നമ്മൾ ചിന്തിക്കുന്ന അടുത്താണ് നമ്മുടെ സുഖം ഇരിക്കുന്നത്. നല്ല കഷ്ടപ്പെട്ട് ജീവിക്കാൻ മനസ്സുള്ളവർക്ക് ഇവിടെ സ്വർണം വിളയിക്കാം. യെസ്, എന്തെങ്കിലും വേണം കഴിക്കാൻ. അവരൊക്കെ വീട്ടിലെത്തി. ഹാരിസ്റ്റൺ, ഞാൻ കാനഡയിൽ ആദ്യമായി വർക്ക് ചെയ്ത പ്ലേസ്. അവിടെ കെയർസ് കെയർ എന്നുള്ള ലോങ് ടേം കെയറിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്. നമ്മളിങ്ങനെ ജോബൊക്കെ അന്വേഷിച്ച് ആകെപ്പാടെ മടുത്തിരിക്കുന്ന സമയത്ത് ഒരു ഏജൻസി ത്രൂ ആണ് ഞാനവിടെ ജോബിന് കയറിയത്. ഞാനും അശ്വതി നന്ദയൊക്കെ വർക്ക് ചെയ്ത പ്ലേസാണ് ഹാരിസ്റ്റണിലെ കെയർസ് കെയർ. അവിടെ ഭയങ്കര ഒരു കൺട്രി സൈഡാണ് ഹാരിസ്റ്റൺ. അവിടെ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ആലിപ്പഴം കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ വെതർ വൈസ് ആസ് കമ്പയർഡ് ടു കിച്ചണറും ഭയങ്കര ഹെവി സ്നോ, തണുപ്പും ഭയങ്കര ഹെവി മഴയും ഒക്കെ വെതർ വൈസും ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ഹാരിസ്റ്റണിലെ എക്സ്പീരിയൻസ്. പിന്നെ കെയറോമിൻ്റെ അടുത്ത് ഒരു ടിമ്മുണ്ട്. ആ ടിം എനിക്ക് ഭയങ്കര ലൈഫ് സേവർ ആയിരുന്നൊരു കാര്യമാണ്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം 7 ദിവസം നൈറ്റ് ഷിഫ്റ്റ് അടുപ്പിച്ച് കിട്ടി. ആ സമയത്ത് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് അവിടെ വരും, കോഫി കുടിക്കും, റിഫ്രഷ് ആവും, പണിയെടുക്കും. അത് തന്നെയായിരുന്നു എൻ്റെ ആ ഒരു 7 ദിവസത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. കാനഡയിലുള്ള എല്ലാ ആൾക്കാരുടെ നമ്മുടെ അടുത്ത് വരെ എപ്പോഴും കാണുന്നൊരു സാധനമാണ് ഇമ്പോർട്ടൻസിലെ കോഫി. പക്ഷെ അത് നാട്ടിലുണ്ട് അല്ലേ, ബാംഗ്ലൂരൊക്കെ. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കുട്ടി കുട്ടി ടൗൺ ഏരിയാസ്. നമ്മൾ പോകുന്ന വഴി മാക്സിമം ഒരു 3-4 ടൗൺ ഏരിയ മാത്രമേ നമ്മൾ ടച്ച് ചെയ്തുള്ളൂ. ബാക്കി നമ്മൾ പോയത് മുഴുവൻ ആ കൺട്രി സൈഡിൽ കൂടെയാണ്. മുഴുവൻ ഫാംസും ആ കൃഷി സ്ഥലങ്ങളും മാത്രം കണ്ടിട്ടായിരുന്നു നമ്മുടെ യാത്ര മുഴുവൻ. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ പലതരം വെതറിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ചിലയിടത്ത് മഴ, ചിലയിടത്ത് വെയിൽ, ചിലയിടത്ത് കാർമേഘം, അങ്ങനെ ഫുള്ളൊരു മിക്സ് ഓഫ് വെതറിൽ കൂടെയായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ യു ഇമാജിൻ ഇത് കാനഡയാണെന്ന്? എനിക്ക് ഹോണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ കാനഡയിൽ വന്നിട്ട് കാനഡ എന്നൊരു കൺട്രി എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കൺട്രി സൈഡാണ്. ശരിക്കും ഒരു ഈവനിങ്, ഒരു സൺസെറ്റ് ടൈം ഈ കൺട്രി സൈഡിൽ കൂടെ ഉള്ള ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രത്യേക ഫീലാണ്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അതായത് നമ്മുടെ ഹൈവേ കഴിച്ച് നമ്മുടെ ധനുഷ്കോടിയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. അതായത് റോഡ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ ആ റോഡ് എൻഡ് ചെയ്യുമ്പോൾ ആ ബീച്ചിലോട്ടായിരിക്കും. അതേപോലത്തെ ഒരു വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത്. കറക്റ്റ് റോഡ് പോയി അവസാനിക്കുമ്പോൾ ആ ബീച്ചിലാണ്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മുടെ വിശാഖപട്ടണത്ത് ആർക്കെ ബീച്ചിൽ പോയവർക്കും അറിയാം. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. സൈഡിൽ കൂടെ റോഡുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് നല്ല റഷാണ് ഗൈസ്, അത്യാവശ്യം തിരക്കുണ്ട്. നല്ല വെള്ള പിള്ളേരും ഉണ്ട്. എന്തോ നല്ല കാര്യമല്ലേ പറഞ്ഞേ. നമ്മളന്ന് ഇവിടെ റൗണ്ട് ചോദിക്കാം. അതെ, അല്ലല്ല, അപ്പുറത്തപ്പുറത്ത് നമ്മൾ അവിടെ റൗണ്ട് ചോദിക്കുന്നത്. അവിടെ 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 ഇവിടെ നിന്ന് ലിഫ്റ്റ്. അല്ലല്ല, അയ്യോ പോവല്ലേ, എന്തുവാടാ റോഡ് തീരുമെന്നൊക്കെ പറഞ്ഞത്. ഈ റോഡ് സൂക്ഷിച്ച് സൂക്ഷിച്ച്. So this is Sobel Beach.
ഞാനിവിടെ ശരിക്കും വന്നത് 2023 ഓഗസ്റ്റിലാണ്. ആ സമയം മുതൽ എനിക്ക് തോന്നുന്നു ലൈക്ക് എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ബീച്ച് പോയത് ഗോഡ് ബീച്ച് ബീച്ചിലാണ്. അത് വരെ 2025 ആ ഒരു സമയം വരെ നമ്മൾ പോയത് ഏപ്രിലാണ് തോന്നുന്നു. ആ സമയം വരെ ഞാൻ ബീച്ചിൽ പോയിട്ടേ ഇല്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ലൈക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഇറങ്ങുന്നത് ഈ ഒരു ബീച്ചിൽ വന്നതിന് ശേഷമാണ്. സോബിൾ ബീച്ചിലാണ് ഫസ്റ്റ് വന്നത്. സോ ഇച്ചിരി നല്ല മണലാണ്, നല്ല വേവ് പോകിരുന്നു. ഇതിൽ അങ്ങ് വരെ നമുക്ക് ദൂരെ നടന്ന് പോകാൻ പറ്റും. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ ആ സൈഡിൽ. നാട്ടിലായിരുന്നപ്പോൾ ശരിക്കും ബീച്ചിൻ്റെ വിലയൊന്നും അറിയത്തില്ലായിരുന്നു. നാട്ടിലാകുമ്പോഴത്തേക്ക് കൊല്ലം ബീച്ചും പിന്നെ വയനാട് ബീച്ചും ഒക്കെ അടുത്തായതുകൊണ്ട് മിക്കവാറൊക്കെ വീട്ടിൽ ബീച്ചിലിങ്ങനെ പോകുമായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വിലയൊന്നും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള കുറേ സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെ ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് ആ ഒരു നമുക്കിങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തിരയെണ്ണി നമുക്കിങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇരുന്ന് ചില്ലടിച്ച് ബിയറൊക്കെ സിപ്പ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചും കൂടെയാണ് ഈ ഒരു സോബിൾ ബീച്ച്. കിട്ടിയാടി ശബരി? അതെല്ലാം ഈ വീടിൻ്റെ അകത്ത് വരും. കഞ്ഞിൻ്റെ കേടാണ്. സോ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ അൺപ്ലാൻ ട്രിപ്സ് ആർ ഓൾവേസ് സ്പെഷ്യൽ. ഈ ഒരു ബീച്ച് എക്സ്പീരിയൻസും എൻ്റെ ഹാരിസ്റ്റനും ഞങ്ങളിലൊക്കെ ഉള്ളൊരു മൊമെൻറ്റ്സും കുറേ നല്ല മെമ്മറീസിലേക്ക് ആഡ് ഓൺ ആയി. താങ്ക്സ് ഫോർ വാച്ചിങ്.